അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു ഒക്കെ ഇങ്ങ് അടുത്തെത്തി അല്ലേ. വിഷു ഇങ്ങനെ മുറ്റത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ പലർക്കും സെറ്റും മുണ്ടും ഉടുക്കാൻ അറിയത്തുണ്ടാവില്ല അല്ലേ. അപ്പോൾ സെറ്റും മുണ്ടും അറിയാത്തവർക്കായിട്ട് ഉള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, ഞാൻ എൻ്റെ രീതിയിൽ സെറ്റും മുണ്ടും ഉടുക്കണ ഒരു രീതിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ സെറ്റും മുണ്ടും ഡ്രാപ്പിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ എടുക്കാൻ പോണ സെറ്റും കൊണ്ട് ഇതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ബ്ലൗസ് വരുന്നത്. ഈ ബ്ലൗസിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ബ്ലൗസ് കേട്ടോ. ഓക്കെ, ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. കൈ പഫൊന്നുമില്ല, സാധാ കൈയാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇതാണ്. ഇതാണ് നമ്മൾ എടുക്കണ ഒരു വേഷ്ടി മുണ്ടെന്ന് പറയാം. ഓക്കെ, ഇത് വേഷ്ടിയാണ്. ഇതാണ് മുണ്ട് വരുന്നത് കേട്ടോ. ഇതാണ് മുണ്ട്. ഇങ്ങനത്തെ വേഷ്ടി മുണ്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇത് മുണ്ടാണ്, അതുപോലെ ഇത് വേഷ്ടിയാണ്, അതായത് മേലോട്ടേക്ക് വരുന്ന ഭാഗം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു വേഷ്ടി ഫ്ലീറ്റ് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അതിന് ഞാനിവിടെ ചെയ്യുന്നത് കൈകൊണ്ട് തന്നെ കുറച്ച് വീതിയിൽ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അതല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ് മതി എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അതല്ല വീതിയിൽ എടുക്കണം എന്നുള്ളവർക്ക് വീതിയിലും എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഞാനിവിടെ കുഞ്ഞു ഫ്ലീറ്റ് തന്നെ ആയിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് കുഞ്ഞാക്കുന്നില്ല, എങ്കിലും കുറച്ച് വീതിയിൽ, അത്യാവശ്യം വീതിയായിട്ടും എടുക്കുന്നുണ്ട്. കാരണം ഞാൻ മെലിഞ്ഞുകൊണ്ട് കുറച്ച് വീതി ആയിട്ടുള്ളതാണ്, അത്യാവശ്യം ഇച്ചിരി വീതിയുള്ളത് തന്നെയാണ് നല്ലത്. ഭയങ്കര കുഞ്ഞു ഫ്ലീറ്റാക്കി എടുക്കുമ്പം ആ ഒരു മെലിച്ചിൽ കാണിക്കും. ഓക്കെ, അതുകൊണ്ട് ഇച്ചിരി വീതിയിലെടുക്കാം. ഓക്കെ, അത് ഞാൻ എടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ വേഷ്ടിയാണ് ആദ്യം ഞൊറിയെടുത്ത് വയ്ക്കുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ വേഷ്ടി. നല്ല നീളമുണ്ട് കേട്ടോ, അതുപോലെ തന്നെ വീതിയുണ്ട്, അത്യാവശ്യം വീതിയുണ്ട്, നല്ല നീളമുള്ള വേഷ്ടിയാണിത് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എത്രത്തോളം വീതിയിലാണ് നമുക്ക് എടുക്കേണ്ടതെന്നുള്ളത് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് എത്രത്തോളം വീതിയിലാണ് എനിക്ക് വേണ്ടതെന്നുള്ളത്. ഞാനിങ്ങനെ കൈകൊണ്ടാണ് കേട്ടോ ഞൊറി എടുക്കാറുള്ളത്. ഓക്കെ, പിന്നെ എനിക്ക് ഏറ്റവും എളുപ്പം ബാക്കിൽ നിന്ന് ഞൊറി എടുത്ത് വരിക എന്നുള്ളതാണ്. അതായത് ഈ ഒരു വേഷ്ടിയുടെ ബാക്ക് ഭാഗത്തു നിന്ന് ഞൊറി എടുത്ത് വരിക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് നന്നായിട്ട് വേഷ്ടിയുടെ ആ ഞൊറി കിട്ടും കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഫ്രണ്ടിൽ നിന്ന് എടുത്ത് വന്നിട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം കേട്ടോ, ഒന്ന് വെച്ച് നോക്കുകയാണ് എത്ര ഞൊറിയിലാണ്, എത്ര ഒരു വീതിയിൽ വേണം നമുക്ക് വേഷ്ടി ഉടുക്കാൻ എന്നുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞൊറി എടുത്തൊന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒന്ന് വെച്ച് നോക്കാം എത്ര വേണം എന്നുള്ളത്, നമുക്ക് എത്ര ഞൊറി വേണം, അതുപോലെ തന്നെ എത്ര വീതിയിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ജസ്റ്റ് വെറുതെ ഞാനൊന്ന് ഞൊറി എടുത്ത് വെച്ച് നോക്കുകയാണ്. ഓക്കെ, പിന്നെ ഈ ഒരു വേഷ്ടി മുണ്ടെന്ന് പറയുന്നത് കുറച്ചായിട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ അങ്ങനെ ഉടുക്കാറില്ല വേഷ്ടി മുണ്ടും. വല്ലപ്പോഴും എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വേഷ്ടി മുണ്ട് ഉടുക്കാറുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് വെച്ച് നോക്കി കാണിക്കാം കേട്ടോ. കണ്ടോ, ഇത്ര വീതി വേണ്ട. ഇത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഞൊറി അങ്ങനെ എന്താ പറയുക ഒരു വൃത്തിയായിട്ട് കിട്ടാഞ്ഞത്. എനിക്ക് ബാക്കിൽ നിന്നാകുമ്പോൾ കണ്ടില്ലേ, ബാക്കിൽ നിന്ന് എടുത്ത് വെച്ച ഞൊറിയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് 4 ഞൊറിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 2 3 4 ഞൊറിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് വീതിയുണ്ട്, ഈ ഒരു വീതി വേണ്ട കേട്ടോ. അപ്പോൾ ഇതിലും കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിന് കുറച്ചുകൂടെ ഒന്ന് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കൂടുതലാണ്, ഇത്ര വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് എനിക്ക് ബാക്കിൽ നിന്ന് ഞൊറി എടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ചിലർക്ക് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വിരൽ വെച്ച് എടുക്കുമ്പം തന്നെ നന്നായിട്ട് കിട്ടും. ചിലർക്ക് ബാക്കിൽ നിന്ന് ഞൊറി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. എനിക്ക് ബാക്കിൽ നിന്ന് ഞൊറി എടുത്ത് വരുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും, ഞൊറിയൊക്കെ നല്ല പാകമായിട്ട് കിട്ടും. എല്ലാ ഞൊറിയും വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഫ്രണ്ടിൽ നിന്നാണ് എടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ഞൊറി എടുക്കണം എന്നുള്ളത്. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുകയാണ് ഞാൻ എടുക്കുന്നത് എങ്ങനെയെന്നുള്ളത്. ഓക്കെ, അപ്പം ഞാനിവിടെ 5 ഞൊറിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വീതി കുറയും കേട്ടോ. എന്നാലും വീതി ഉണ്ടാവും, പക്ഷേ വലിയ വീതി ഇല്ല, നേരത്തെ അത്ര പോലെ വീതി ഉണ്ടാവില്ല, എങ്കിലും അത്യാവശ്യം വീതി ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു വീതി എനിക്ക് പാകമാണ് കേട്ടോ.
5 ഞൊറിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഞൊറി എടുത്ത് ഉടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനിങ്ങനെ ബാക്കിൽ നിന്നാണ് സാരി ആണെങ്കിലും ധാവണി ആണെങ്കിലും ഒക്കെ ഞൊറി എടുക്കാറുള്ളത്. ഇതെനിക്ക് കറക്റ്റാണ്. ഓക്കേ, അപ്പോൾ ഇനി നമുക്ക് ആ ഒരു തുമ്പത്തായിട്ട് നമുക്ക് പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഞാൻ 2 പിന്നേ കുത്തി കൊടുക്കുന്നുള്ളൂ, എനിക്ക് അത്ര മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ തുമ്പത്തായിട്ടൊരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഓക്കേ, ഈ ഒരു തുമ്പത്തായിട്ട് തന്നെ നമ്മൾ പിന്നി കുത്തി കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കേ, ഇനി നമുക്കിത് ഈ ഒരു ഡോറിൻ്റെ മേലെ ഭാഗത്ത് വെച്ചിട്ട് ഡോർ അടയ്ക്കാം. ഈ ഒരു മേലെ ഭാഗം നമ്മൾ പിന്ന് കുത്തി കൊടുത്ത ആ ഒരു ഭാഗം ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് ഡോർ അടയ്ക്കുക കേട്ടോ. ഓക്കെ, കണ്ടില്ലേ? നല്ല ഭംഗിയായിട്ട് നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് പ്ലീറ്റ് എടുക്കാനായിട്ട് പറ്റും. നന്നായിട്ട് ഞൊറിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാനിവിടെ ഓരോന്നായിട്ട് നല്ല രീതിക്ക് തന്നെ താഴോട്ടേക്ക് വെച്ച് പിടിച്ചിട്ട് നടുക്കായിട്ട് ഒരു പിന്നുകൂടെ കുത്തി കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് ഞാൻ പിന്നൊന്നും കുത്തി കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു വേഷ്ടി എന്ന് പറയുന്നത് പൊതുവേ പൊങ്ങിക്കിടക്കുന്ന ഒരു ടൈപ്പ് വേഷ്ടിയാണ്. ആ ഒരു മെറ്റീരിയൽ അങ്ങനത്തെ ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയലാണ്. മുണ്ടിൻ്റെ മെറ്റീരിയൽ അല്ല, മുണ്ട് കോട്ടൺ ആണ്. പക്ഷേ ഈ ഒരു വേഷ്ടി വന്നിട്ട് ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയലാണ്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നന്നായിട്ട് ഞാൻ ഞൊറിയൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് പിടിച്ചിട്ട് അവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ? അപ്പം നമുക്ക് ഞൊറി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഞൊറി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീതിയാണ് എനിക്ക് കറക്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ വേഷ്ടിയുടെ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് മുണ്ട് ഉടുക്കേണ്ടത് കാണിക്കാം. ഓക്കെ, ഈ ഒരു മുണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം വീതിയും അതുപോലെ തന്നെ അത്യാവശ്യം നീളമൊക്കെയുള്ള മുണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ മെലിഞ്ഞുകൊണ്ടാണ്, അതുകൊണ്ട് അത്യാവശ്യം നീളവും വീതിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, തടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് മുണ്ടൊന്ന് ഉടുത്ത് കാണിക്കാം. അപ്പോൾ ഇനി നമ്മൾ വേഷ്ടിയും മുണ്ട് ഉടുത്ത് കാണിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പാവാട ഉടുത്തിട്ടുണ്ട്, മുണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു മുണ്ട് ഫ്രണ്ട് ഭാഗം ഏതാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് കസവുണ്ട്. പിന്നെ ഇത്രയും ഭാഗം നമ്മൾ പാവാടയുടെ ഉള്ളിലേക്ക് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര മതി എനിക്ക് ലെങ്ത്ത്. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം ഫുള്ളായിട്ട് പാവാടയുടെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിത് ഉടുത്ത് കാണിക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഈ ഒരു മുണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളിലേക്ക് വരുന്ന ഭാഗത്ത് ഞാൻ 2 ഞൊറി എടുത്തു വെച്ചിട്ട് ആ ഞൊറിയോടുകൂടെ ഉള്ളിലേക്ക് പാവാടയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഞൊറി ഞാൻ എടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക്. അപ്പം നമുക്കങ്ങനെ തടയത്തൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കും. ഓക്കെ, ഞാനിങ്ങനെയാണ് മുണ്ട് ഉടുക്കാറുള്ളത്. ഇങ്ങനെ മുണ്ട് ഉടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നെപ്പോലെ ഇങ്ങനെ മുണ്ട് ഉടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, 2 ഞൊറി ഞാനിങ്ങനെ ഉള്ളോട്ടാക്കിയിട്ട് മടക്കി അത് ജസ്റ്റ് ഞാൻ ഉള്ളിലേക്ക് പാവാടയുടെ ഉള്ളിലേക്ക് ഒക്കെ മടക്കി വയ്ക്കുന്നുണ്ട്. വീതിയുടെ ബാക്കി വരുന്ന ആ ഒരു ഭാഗം കേട്ടോ, മേലെ ഭാഗം കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ബാക്കിയുള്ള ഭാഗം പാവാടയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ചുളിവൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഈ ബാക്ക് ഭാഗവും ഇതേപോലെ നല്ല വൃത്തിയായിട്ട് മടക്കി കൊടുക്കണം. അപ്പോൾ എനിക്ക് ഈ ഒരു ലെങ്ത്ത് മതി. ഇനി ബാക്കി ഞാൻ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒരു ഞൊറിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ താഴെ ഭാഗം ഒന്ന് ഞാൻ നേരെയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് അയൺ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ മടക്കി വെച്ചേക്കുമായിരുന്നു. ആ ഒരു മടക്കി വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആ ഒരു മടക്ക് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഓക്കെ, പെട്ടെന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയൺ ചെയ്തിട്ട് പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അതേപോലെ മടക്കി വെച്ചതുപോലെ തന്നെയാണ് ഞാനിപ്പം എടുത്ത് ഉടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഫ്രണ്ടിൽ ഞാനൊരു ഞൊറി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫ്രണ്ട് ഭാഗം അതേപോലെ ഉള്ളിലേക്ക് ബാക്കി വരുന്ന ആ ലെങ്ത്തിൻ്റെ ബാക്കി ഭാഗം ഉള്ളിലേക്ക് മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ ഒരു വീഡിയോ ഞാൻ വിഷുവിന് മുമ്പേ എടുത്തു വച്ചേക്കുന്നതായിരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നേരം വൈകിയതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലേ വളരെ ഈസി ആയിട്ട് സെറ്റും മുണ്ടും എങ്ങനെ ഉടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്നെപ്പോലെ മെലിഞ്ഞ ആളുകൾക്ക് ഇത് വെരി യൂസ്ഫുൾ ആയിട്ട് വരും എന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ സെറ്റ് മുണ്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല വൃത്തിയായിട്ട് അങ്ങ് വന്നിട്ടുണ്ട്. ഒരു അയൺ ബോക്സിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. നമുക്ക് വെറും നമ്മളെ കൈവച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സെറ്റ് മുണ്ട് ഉടുക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ? ഫ്രണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട് മാത്രമല്ല, സൈഡിലും ബാക്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സെറ്റ് മുണ്ടിലുള്ള മുണ്ട് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. ബാക്കി വരുന്ന ലെങ്ത്തിൻ്റെ ആ ഒരു ഭാഗം നല്ല ഭംഗിയായിട്ട് നമ്മൾ പാവാടയുടെ ഉള്ളിലേക്ക് ഉടുത്തു കൊടുത്തതാണ്. ഓക്കെ, കണ്ടില്ലേ? നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേഷ്ടി, ഇതിൻ്റെ ഈ ഒരു വേഷ്ടി നമുക്ക് ഉടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വേഷ്ടി. നല്ല നീളമുണ്ട് കേട്ടോ. വീതിയേക്കാൾ കൂടുതൽ നല്ല നീളമാണ് ഈ വേഷ്ടിക്കുള്ളത്. പിന്നെ ഇത് ഉടുത്തു കഴിഞ്ഞാൽ അത്ര അങ്ങനെ ഒതുക്കത്തിൽ അങ്ങനെ നിൽക്കത്തില്ല. നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ആ ഒരു എന്താ പറയുക, ഞൊറി നല്ലോണം അമർത്തി കൊടുത്തിട്ടാണ് ആ ഒരു ഞൊറി നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇടയ്ക്കുള്ള മടക്ക് ഭാഗം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ സെറ്റ് മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. അയണൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു മടക്ക് അതേപോലെ അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ള ലെങ്ത്ത്, അതായത് ബാക്കിലോട്ടുള്ള ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത് കാണിക്കുകയാണ് കേട്ടോ. എത്ര വേണം നമ്മൾ എടുക്കാൻ എന്നുള്ളത് കാണിക്കുകയാണ്. ഓക്കെ, എത്രത്തോളം നമുക്ക് ബാക്കിലോട്ട് എത്ര നീളം വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് നീളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലോട്ട് നന്നായിട്ട് നീളം എടുത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നല്ല നീളമുള്ള വേഷ്ടിയാണ്. അപ്പം നമുക്ക് ഫ്രണ്ടിൽ ഒരുപാട് ഞൊറിയായിട്ട് വരും. ഫ്രണ്ടിൽ ഒരുപാട് ഞൊറി വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. 1-2 ഞൊറിയൊക്കെ ആകുമ്പോഴാണ് അതിന് ഭംഗി വരിക. അപ്പം ഞാനിത് ബാക്കിലോട്ട് നന്നായിട്ട് നീളത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ലെങ്ത്ത് ഉണ്ട് ബാക്കിലോട്ട്. അപ്പം നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഒരു 1-2 ഞൊറിയൊക്കെ ആവത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ നമ്മളിങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് എത്ര നീളം വേണം എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ നമ്മുടെ ബാക്ക് ഇങ്ങനെ വേഷ്ടിയുടെ ആ ഒരു ബാക്ക് ഇങ്ങനെ കോണായിട്ട് വരണം കേട്ടോ. കണ്ടില്ലേ? വേഷ്ടിയുടെ ബാക്ക് നമുക്കിങ്ങനെ കോണായിട്ട് കിട്ടും. അപ്പോഴാണ് ആ ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ. കണ്ടില്ലേ? നല്ല കോണായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത്. പിന്നെ വേഷ്ടി മുണ്ടാണെങ്കിലും ധാവണിയാണെങ്കിലും നമ്മൾ ഉടുക്കുമ്പം ബാക്ക് ഭാഗം ഇതേപോലെ കോണായിട്ട് വരണം, എങ്കിലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. പിന്നെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ, ഒരുപാട് വീതിയുണ്ട്. ആ ഒരു കരയുടെ കഴിഞ്ഞിട്ടും ഒരുപാട് വീതിയുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് വീതി വരുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിന് ഒരു ഐഡിയ ഉണ്ട്. ഈ ഒരു കരയുടെ കുറച്ച് ഭാഗം നമ്മൾ ഉള്ളോട്ട് മടക്കി വെച്ചാൽ മതിയാവും. കണ്ടില്ലേ? അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അവിടെ ഒരു പിന്ന് കുത്തി കൊടുത്താൽ മതി. അങ്ങനെ വെച്ചിട്ടൊരു പിന്ന് കുത്തി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് ഉള്ളോട്ട് കുത്തി കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു വേഷ്ടി ഭാഗം ഫ്രണ്ട്, അതായത് ജസ്റ്റിൻ്റെ ആ ഒരു ഭാഗം നല്ല ഭംഗിയായിട്ട് ഞൊറിയിട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു സൈഡ് ഞാനിവിടെ കുത്തി കൊടുക്കുന്നത്. ഇപ്പം ജസ്റ്റ് ഞാൻ വെറുതെ ചുമ്മാ ഒന്നവിടെ കുത്തി കൊടുക്കുകയാണ്. വെറുതെ ചുമ്മാ ഒന്ന് ഉള്ളിലേക്ക് കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വേഷ്ടിയുടെ ആ ഒരു ഭാഗം, അതായത് ഫ്രണ്ട് ഭാഗം, നമ്മൾ 2 ഭാഗത്തെ പിന്നെ കുത്തി കൊടുത്തിട്ടുള്ളൂ. തെറ്റത്തും അതേപോലെ ആ ഒരു നടുക്ക് ഭാഗത്തായിട്ടും. ബാക്കിയുള്ള ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഞാൻ പിന്നൊന്നും കുത്തിയിട്ടില്ല. കുത്തേണ്ടവർക്ക് കുത്തി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാനിങ്ങനെ കുത്തി കൊടുക്കുന്നില്ല. എനിക്കിങ്ങനെ തന്നെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കി വരുന്ന ഫ്രണ്ട് ആ ഒരു ചെസ്റ്റ് ഭാഗത്ത് ഞാൻ ഞൊറിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇട്ട് ബാക്കിലോട്ട് വെച്ച് കുത്തി കൊടുത്തതിന് ശേഷം, അതായത് ഷോൾഡറിലേക്ക് വെച്ച് കുത്തി കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു സൈഡ് ഭാഗത്ത് കഴിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് പിന്നെ കുത്തി കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും.
അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു ഫ്രണ്ടിൽ ഞാൻ 2 ഞൊറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഫ്രണ്ടിൽ ആ ഒരു കരയുടെ അടുത്തുള്ളത് ഭാഗം മടക്കുന്നുണ്ട്. അതേപോലെ പിന്നെ വീണ്ടും ഒരു ഞൊറി കൂടെ ചെറിയ രീതിക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഞാൻ ഉള്ളോട്ട് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഉള്ളിലേക്ക് മടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഉള്ളിലേക്ക് മടക്കാൻ മാത്രം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളിലേക്ക് മടക്കി വെച്ചേക്കുവാണ്. ഓക്കെ, ഇനി അതല്ല അങ്ങനെ ഉള്ളിലേക്ക് മടക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫ്രണ്ടിലുള്ള ആ മുണ്ടിൻ്റെ കരയോട് കൂടെ വെച്ചിട്ട് പിന്നെ കുത്തി കൊടുത്താലും മതിയാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഉള്ളിലേക്ക് മടക്കി വെച്ചേക്കുവാണ് ചെയ്യുന്നത്. കുത്തി കൊടുക്കുകയല്ല കേട്ടോ, മാറിപ്പോയതാണ്. ഒന്ന് മടക്കി വെച്ചേക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഭംഗിയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഫ്രണ്ടിലെ ഞൊറി നല്ല രീതിയിൽ നിൽക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഷോൾഡറിൻ്റെ കുറച്ച് താഴെയായിട്ട് ഞൊറിയൊക്കെ കൂടെ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ഞൊറി നല്ല വൃത്തിക്ക് അങ്ങിരിക്കും. കണ്ടോ, ആ കരയൊക്കെ നന്നായിട്ട് കാണും. ഓക്കെ, ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ കുത്തിയിട്ടുള്ളതെന്നുള്ളത്. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു കര നമ്മൾ മേലോട്ടേക്ക് പിടിച്ചു വയ്ക്കുക. എന്നിട്ട് ആ ഒരു സൈഡിലേക്ക് ആക്കി കര നമ്മൾ ഈ ഒരു ചെസ്റ്റിൻ്റെ മേലെ ഭാഗത്തേക്ക് ആക്കി വയ്ക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ കുറച്ച് താഴെയായിട്ട് ഞൊറി എല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊരു പിൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി ഉള്ളിക്കൂടെ. അതായത് ആദ്യത്തെ ഞൊറിയുടെ അടിയിൽ കൂടെ വേണം നമ്മൾ ഈ ഒരു പിന്ന് കുത്തി കൊടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഞൊറി നല്ല ഭംഗിയായിട്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് നമ്മൾ പിൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരുപാട് പിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളൊരു വേഷ്ടിയും മുണ്ടും എടുക്കാനായിട്ട്. ഓക്കെ, കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കരഭാഗം നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് നമുക്കൊരു പിന്നു കൂടെ വേണമെങ്കിൽ കുത്തി കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കര എങ്ങനെ താഴോട്ടേക്കായിട്ട് പോകത്തില്ല. പിന്നെ ഈ ഒരു കര ഇതേപോലെ സൈഡിൽ നമ്മുടെ ചെസ്റ്റ് ഭാഗത്തിൻ്റെ ഈ ഒരു സൈഡിൽ കയറ്റി വെച്ച് പിന്ന് കുത്തി കൊടുക്കുമ്പം അങ്ങനെ താഴോട്ടേക്കായിട്ട് ആ ഒരു കര ഇങ്ങനെ പോകത്തില്ല. ഓക്കെ, നല്ല വൃത്തിയായിട്ട് അങ്ങിരിക്കും. അങ്ങനെ 2 പിന്നാണ് ഞാൻ ഫ്രണ്ടിൽ കുത്തി കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം വേഷ്ടിയും മുണ്ടും ഉടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ ഈ ഒരു താഴെ ഭാഗത്ത് 3-4 ഞൊറിയുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ള അടിയിൽ കൂടെ, അതായത് ഫ്രണ്ടത്തെ ഞൊറിയുടെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 3 ഞൊറി വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ കുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സൈഡിൽ ആ ഞൊറി അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഞാൻ അങ്ങനെ കുത്തി കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ കുത്തുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈഡ്, നമ്മുടെ ഈ ഒരു സൈഡ് പിന്നെ കുത്തി കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് അവിടെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അതൊന്ന് കുത്തി കൊടുക്കുവാണ്. ഓക്കെ, അതെങ്ങനെയാണ് കുത്തുന്നത് എന്നുള്ളത് കാണിക്കാം. ഓക്കെ, ഈ ഒരു സൈഡിൽ ഞാൻ ആ ഒരു കരയുടെ ഫ്രണ്ട് ഭാഗത്ത് ഇത്തിരി ഉള്ളോട്ട് മടക്കി വെച്ചേക്കുന്നുണ്ട്. കാരണം ആ ഒരു ഫ്രണ്ട് കുറച്ച് അധികമായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു മുന്നോട്ടേക്ക് ഒരു ഞൊറി കൂടെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 ഞൊറിയായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അതായത് ഫ്രണ്ടത്തെ കരയുടെ ആ ഒരു കുഞ്ഞു ഭാഗം മടക്കി വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഒരു ഞൊറി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇവിടെ പിന്ന് കുത്തി കൊടുക്കുന്നത്. പിന്ന് കുത്തി കൊടുക്കുമ്പം നല്ല ഭംഗിയായിട്ട് അങ്ങിരിക്കും കേട്ടോ. ഓക്കെ, എനിക്കിങ്ങനെ പിന്ന് കുത്തി കൊടുക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ കുത്തി വയ്ക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങനെ നമുക്ക് 2 പിന്ന് കുത്തി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് അങ്ങിരിക്കും. കണ്ടില്ലേ, ഞാനിങ്ങനെ വെച്ചിട്ട് പിന്ന് കുത്തി കൊടുക്കാറാണുള്ളത്. അപ്പം നമ്മുടെ ആ ഒരു ഞൊറി നല്ല ഭംഗിയായിട്ടിരിക്കും. സൈഡിലേക്കുള്ള ആ ഒരു ഞൊറി നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ടിരിക്കും. പിന്നെ
ഈ ഒരു സെറ്റും മുണ്ടെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പിന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു സെറ്റും മുണ്ടും ഡ്രാപ്പിങ്ങിൽ. അതേപോലെ തന്നെ അയൺ ചെയ്തിട്ടല്ല നമ്മൾ ഈ ഒരു സെറ്റും മുണ്ടും കൊടുത്തേക്കുന്നത്. ഓക്കെ, നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് ഇതേപോലെ ഞാൻ ഈ ഒരു സൈഡ് താഴെ ഭാഗത്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ നിങ്ങൾക്ക് അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ അങ്ങനെ നല്ല വൃത്തിയായിട്ട് അങ്ങനെ പരന്ന് നിൽക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ബനിയൻ്റെ കൂടെയാണ് കേട്ടോ ഇത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സാരി ബ്ലൗസൊക്കെ ഇട്ടിട്ട്, അതായത് ഈ ഒരു വേഷ്ടി മുണ്ടിൻ്റെ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ നമുക്ക് വയറ് കാണാതിരിക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ടൊരു പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ചിലർക്ക് വയറ് കാണുന്നത് വലിയ താല്പര്യം ഉണ്ടാവില്ല, വയറ് കാണുന്നതിനോട് വലിയ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രണ്ടാമത്തെ ഞൊറിയുടെ ആ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ മുണ്ടിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഒരു പിൻ ചെയ്ത് വെച്ചാൽ വയറങ്ങനെ കാണത്തില്ല. ഓക്കെ, ഞാൻ അവിടെയും കുത്തി കൊടുക്കുന്നില്ല കേട്ടോ, എനിക്കതൊന്നും ഇഷ്ടമല്ല, ഒരുപാട് പിന്നൊന്നും ഞാൻ കുത്താറില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വേഷ്ടി മുണ്ട് ഉടുക്കാറുള്ളത്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതെ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെയാണ് വേഷ്ടി മുണ്ടൊക്കെ ഈസി ആയിട്ട് ഉടുക്കാറുള്ളത്. എന്നെപ്പോലെ ഇങ്ങനെ വേഷ്ടി മുണ്ട് ഉടുക്കാറുള്ള ആളുകളുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് വേഷ്ടി മുണ്ടിൻ്റെ ബ്ലൗസൊക്കെ ഇട്ട് ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ബാക്കും അതുപോലെ തന്നെ സൈഡ് ഭാഗവും ഫ്രണ്ടിൽ ആ ഒരു ഞൊറിയെടുത്ത ഭാഗവും ഒക്കെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു മാല എൻ്റെ അടുത്തുള്ള മാലയാണ് കേട്ടോ. അതേപോലെ വളയൊക്കെ എൻ്റെ അടുത്തുള്ള വളയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ മുല്ലപ്പൂ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മുല്ലപ്പൂ ആണ് കേട്ടോ വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒരു പെട്ടെന്നുള്ളൊരു മേക്കപ്പ് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇത് കുത്തി കൊടുക്കാം കേട്ടോ, ജസ്റ്റ് ഒരു പിന്ന് കുത്തി കൊടുക്കാം. ഞാനവിടെ പിന്നൊന്നും കുത്തിയിട്ടില്ല, ജസ്റ്റ് ഈ ഒരു സൈഡിൽ, അതായത് ഈ ഒരു കരയുടെ നമ്മുടെ ചെസ്റ്റിൻ്റെ മേലെ ഭാഗത്ത് ആ കരയുടെ ഭാഗത്തൊരു പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞൊറിയുടെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് താഴേക്ക് ആ ഒരു ഭാഗത്ത് ഞൊറിയുടെ അടിയിൽ കൂടെ ആയിട്ട്, അതായത് ഫസ്റ്റ് ഞൊറിയുടെ താഴെ കൂടെ ആയിട്ട് ഒരു പിന്നും കുത്തി കൊടുത്തിട്ടുണ്ട്. വേറെ പിന്നൊന്നും ഞാൻ കുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ ഒരു സെറ്റും മുണ്ടും ടാപ്പിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ പിന്ന് കുത്തി കൊടുക്കേണ്ടവർക്ക് പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പിന്നൊന്നും കുത്തിയിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഉടുക്കുമ്പോൾ തന്നെ അങ്ങനെ ഭംഗിയായിട്ട് നിൽക്കാറുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു ഭാഗത്താണ് പിന്ന് കുത്തി കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നേക്കാണ്, കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ പിന്ന് കുത്തി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഞൊറി നല്ല ഭംഗിയായിട്ടിരിക്കും, ആ ഒരു ഞൊറി നല്ല കറക്റ്റായിട്ട് വരും. അതേപോലെ സൈഡിലും കണ്ടില്ലേ, ഈ ഒരു കരയുടെ സൈഡിലായിട്ടും കുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കര താഴോട്ടേക്കായിട്ടൊന്നും പോകത്തില്ല, നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ ഈ സൈഡിൽ നിന്നുള്ള കര ഉള്ളോട്ട് വെച്ചിട്ട് ഒരു പിന്നൂടെ ഞാൻ കുത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കര ആദ്യം വെച്ചിട്ട് അവിടെ ഒന്ന് കുത്തിയിട്ടുണ്ട്, ഉള്ളിലേക്കായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ ഷോൾഡറിൻ്റെ താഴെയുള്ള ഞൊറിയായിട്ട് കുത്തിയിട്ടുള്ളത്, രണ്ടാമത്തെ പിന്ന്. അങ്ങനെ 3 പിന്ന് ഞാൻ ഫ്രണ്ടിൽ കുത്തിയിട്ടുണ്ട്. പിന്നെ അടിഭാഗത്ത്, അതായത് നമ്മുടെ ഈ ഒരു മുണ്ട്, ഈ ഒരു വേഷ്ടിയുടെ സൈഡ് ഭാഗത്ത് നമ്മൾ സൈഡിലേക്ക് പിൻ ചെയ്തതിൽ ഞാൻ 2 പിന്ന് പിൻ ചെയ്തിട്ടുണ്ട് സൈഡ് ഭാഗത്ത്. പിന്നെ ഈ ഒരു തുമ്പത്തായിട്ടും ഞാനൊരു പിന്ന് കുത്തിയിട്ടുണ്ട്. ഒരു 5 പിന്നാണ് ഞാൻ കുത്തിയിട്ടുള്ളതെന്ന് പറയാം കേട്ടോ. തോനെ പിന്നൊന്നും ആവശ്യമില്ല, ശരിക്കും 5 പിന്നിൻ്റെ ആവശ്യവും ഇല്ല. പക്ഷേ ഞാനിത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് കുത്തിയേക്കുന്നത്. ഈ ഒരു വേഷ്ടിയുടെ തെറ്റത്തായിട്ട് നിങ്ങൾക്ക് പിന്ന് കുത്തി കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വേഷ്ടിയുടെ ആ ഒരു തെറ്റത്ത് പിന്ന് കുത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഞൊറി ബാക്കിലും ഒരു ഞൊറി ഫ്രണ്ടിലും വിട്ടിട്ട് ഉള്ളിൽ കൂടെ വേണം പിന്ന് കുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ പിന്ന് കുത്തിയിട്ടുണ്ടെന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ വേണം നമ്മൾ പിന്ന് കുത്താനായിട്ട്. അപ്പോൾ നമ്മുടെ സെറ്റും മുണ്ടും ട്രാപ്പിംഗ് ഇവിടെ കഴിഞ്ഞു. ഞാൻ ഈ ഒരു വീതിയിൽ ആണ് വേഷ്ടി മുണ്ടും ഉടുക്കാറുള്ളത്. പിന്നെ ഞാൻ മെലിഞ്ഞിട്ടായതുകൊണ്ട് കുറച്ച് തടി തോന്നണമെങ്കിൽ ഈ ഒരു വീതിയിൽ എടുക്കാൻ വേണം കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ കമ്മൽ ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ചു വെച്ച കമ്മലാണ്, ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം മൊത്തത്തിലുള്ള ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഓവർ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫേസിൽ ഞാൻ വൈറ്റ് ഓൺ ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഐലൈനർ യൂസ് ചെയ്ത് കണ്ണെഴുതി, ഒരു പൊട്ട് തൊട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ ഞാൻ കമ്മലിട്ടു, മാല ഇട്ടു, അതേപോലെ 2 വള ഇട്ടു.
പിന്നെ മൊത്തത്തിലുള്ള ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.